വല്ലാതെ ഭയപ്പെടുത്തുന്നൊരു വചനഭാഗമാണ് ഇന്നത്തേത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ കർത്താവെ, അങ്ങനെ പിടികിട്ടണില്ല. ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മുഴുവൻ വചനഭാഗവും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരാൾ സുവിശേഷം പറയുന്നു, കർത്താവാണ് ഏക ദൈവം എന്ന് ഏറ്റു പറയുന്നു. ആ സമയത്തുണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ, ഒരു എതിർപ്പുണ്ട്. ഇല്ല, ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഏകദൈവത്തിൽ ഇങ്ങനെ വിശ്വസിക്കാതെ വരുമ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന വലിയ എതിർ സാക്ഷ്യങ്ങളുണ്ട്, പരസ്പരമുള്ള കലഹങ്ങളുണ്ട്, അഭിപ്രായ ഭിന്നതകളുണ്ട്. അത് നയിക്കുന്നത് വലിയ പ്രയാസങ്ങളിലേക്കായിരിക്കുമെന്ന് വചനം പറയുന്നു. കർത്താവിനെ തന്നെയാണ് ആ കുടുംബത്തിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നതെങ്കിൽ, ഒരേപോലെയാണ് അവനിൽ ആശ്രയം വയ്ക്കുന്നതെങ്കിൽ, ഈശോയിൽ ഇങ്ങനെ ഒരേ വിശ്വാസത്തോടുകൂടെ, ആഴമായ വിശ്വാസത്തോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഈശോ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള ഭവനവും നശിച്ചു പോകും. രണ്ടാമത് എടുത്തു പറയാൻ കാരണം എന്തായിരിക്കും? കുടുംബത്തിലുള്ള കലഹങ്ങൾ അത് എത്രമാത്രം ഇങ്ങനെ മാരകമാണെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടുള്ള ഓർമ്മപ്പെടുത്തൽ. ഒന്നാമത്തെ വായന കാണണം. അവിടെ കർത്താവ് യാക്കോബിനെ വിളിക്കുന്നുണ്ട്. യാക്കോബേ യാക്കോബേ, അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. കർത്താവ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ദൈവമാണ്, നിന്റെ പിതാവിന്റെ ദൈവം. ഞാൻ ദൈവമാണ്, നിന്റെ പിതാവിന്റെ ദൈവം. നിന്റെ പിതാവ് വിശ്വസിച്ച അതേ ദൈവത്തിൽ നീ വിശ്വസിക്കും. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ഓർമ്മപ്പെടുത്തുക. അതങ്ങനെ തന്നെ പോകണം. തലമുറകളിലേക്ക് കൈമാറപ്പെടേണ്ട വിശ്വാസം എൻ്റെ അപ്പനപ്പാപ്പന്മാര് കാരണവന്മാരായിട്ട് വിശ്വസിച്ച അതേ ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതിനകത്തൊരു മാറ്റം വരുത്തരുത്, ഒന്നിനും കുറവുണ്ടാവരുത്. കൈമാറപ്പെട്ട വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചില ശീലങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളയുമ്പോഴാണ് നമ്മുടെ മക്കള് നമ്മൾ വിശ്വസിച്ചതിനേക്കാൾ കുറവായിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്.